പോലെ കൊണ്ടു നടക്കാൻ നോക്കിയവർക്ക് ഒടുവിൽ 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. അതും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അതിശക്തമായ ഇടപെടലിലൂടെ. നിയമം നടപ്പിലാക്കേണ്ട കൈകളിൽ പാർട്ടി കൊടി കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നിപ്പോൾ കൊട്ടാരക്കരയിൽ നമ്മൾ കണ്ടു. മുൻ ധനമന്ത്രിയായ കെ.എൻ. ബാലഗോപാലിന് വേണ്ടി വോട്ട് പിടിക്കാൻ കാക്കി കുപ്പായമിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വലിഞ്ഞു കയറി നിന്ന 4 ഇടത് സംഘടനാ നേതാക്കളായ പോലീസുകാർക്കിപ്പോൾ ശരിക്കും വിശ്വാസ്യത കൂടിയിട്ടുണ്ട്. ബാലഗോപാലാണ് വിശ്വസിക്കാമെന്ന് ക്യാമറ നോക്കി തള്ളിയവർ ഇപ്പോൾ DGPയുടെ മേശപ്പുറത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കണ്ട് വിയർക്കുകയാണ്. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി നൽകിയ കൃത്യമായ പരാതിയിലൂടെയാണ് ഈ നടപടി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പച്ചയായി ലംഘിച്ചുകൊണ്ട് കൊല്ലം റൂറൽ പോലീസിലെ ഗ്രേഡ് SI നജീം, സീനിയർ CPO സുജിത്, CPOമാരായ ചിന്തു, ശിവേഷ് എന്നിവരാണ് പാർട്ടി സഖാക്കന്മാരെ പോലെ പെരുമാറിയത്. സർക്കാർ ശമ്പളം വാങ്ങി ജനങ്ങളെ സേവിക്കേണ്ടവർ ഒരു പ്രത്യേക വ്യക്തിയുടെ PR ഏജന്റുമാരായി അധപ്പതിച്ചു. ഈ ബാലഗോപാലൻ എന്താ സ്വന്തം വീട്ടിൽ നിന്നാണോ ഈ പണം കൊണ്ടുകൊടുത്തത്? ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പണിയുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം ധനമന്ത്രിയുടെ സ്വന്തം ഔദാര്യം പോലെ ചിത്രീകരിക്കാൻ ഈ കാക്കിക്കുള്ളിലെ സഖാക്കൾക്ക് ഒട്ടും നാണക്കേട് തോന്നിയതേയില്ല. ബാലഗോപാലാണ് വിശ്വസിക്കാമെന്ന് പറഞ്ഞ സ്വന്തം ചിത്രം വെച്ച് വീഡിയോ ഇറക്കാൻ മാത്രം ഇദ്ദേഹം എന്ത് വലിയ വിപ്ലവമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടാക്കിയത്. ധനമന്ത്രി എന്ന നിലയിൽ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതല്ലാതെ കൊട്ടാരക്കരയ്ക്ക് എന്ത് നൽകിയെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. ആ ബാലഗോപാലിനെ വിശ്വസിക്കാൻ ഈ 4 പോലീസുകാർ സർട്ടിഫിക്കറ്റ് തരണമെന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യം തന്നെയാണ്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ CPM കേന്ദ്രങ്ങളിൽ വലിയ ഭീതിയാണ്. തങ്ങളുടെ രാഷ്ട്രീയ അടിമകളായ ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പാർട്ടി തലപ്പത്തു നിന്നും വലിയ സമ്മർദ്ദങ്ങൾ നടക്കുകയാണ്. DGP ഓഫീസിലേക്ക് ഭരണകക്ഷി നേതാക്കൾ കൂട്ടത്തോടെ വിളിക്കുകയാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ആ ഭീഷണികൾ ഒന്നും വില പോകില്ല. നിയമലംഘനം നടത്തിയവർ ആരായാലും അവർക്ക് കാക്കിയുടെ പിൻബലമുണ്ടെങ്കിലും കർശനമായ വകുപ്പ് തല നടപടിയും നിയമന നടപടികളും നേരിട്ടേ മതിയാകൂ. പോലീസ് സേനയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തിയ ഈ 4 പേർക്കെതിരെയും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ കോൺഗ്രസും UDFും ശക്തമായി മുന്നോട്ട് പോകും. പാർട്ടിക്കൂറ് കാണിക്കാൻ താല്പര്യമുള്ളവർ കാക്കി അഴിച്ചുവെച്ച ചെങ്കൊടിയും പിടിച്ച് തെരുവിൽ ഇറങ്ങുകയാണ് വേണ്ടത്. സർക്കാർ ചെലവിൽ പാർട്ടിക്കളി ഇനി കൊട്ടാരക്കരയിലും കേരളത്തിലും നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.